നമുക്കറിയാം, കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ഭരണ സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 239. പിന്നീട് ഡൽഹിക്ക് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എന്ന സ്ഥാനം കൊടുത്തപ്പോൾ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ ആണ് 239A. അതുപോലെ മനസ്സിലാക്കി വെക്കേണ്ടതാണ് ആർട്ടിക്കിൾ 330. ലോകസഭയിൽ SC/STക്കുള്ള റിസർവേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു, ആർട്ടിക്കിൾ 330. അതുപോലെ സംസ്ഥാന നിയമസഭകളിൽ SC/ST റിസർവേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 332. ഇവിടെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 334. 334 പറയുന്നത് ആർട്ടിക്കിൾ 330 പ്രകാരവും അതുപോലെ 332 പ്രകാരവുമുള്ള റിസർവേഷൻ സ്റ്റോപ്പാകുന്നത്, അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 60 വർഷമാണ്. ഭരണഘടന നിലവിൽ വന്നിട്ട് 60 വർഷം കൊണ്ട് ഇത് നിർത്തലാക്കാം. വേണമെങ്കിൽ ഇല്ലെങ്കിൽ ഭേദഗതിയിലൂടെ അത് തുടർന്നു പോകുവാനുള്ള അധികാരം പാർലമെൻറ്റിനുണ്ട്. ഇതിൽ തന്നെ ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിലെ റിസർവേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതായത് 70 വർഷം, നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് മുതൽ 70 വർഷം വരെയാണ് അതിൻ്റെ കാലാവധി പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ അത് നിർത്തലാക്കാം, ഇല്ലെങ്കിൽ തുടർന്നു പോകാം. പക്ഷേ നമുക്കറിയാം, ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷനെല്ലാം നിർത്തലാക്കിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ ആർട്ടിക്കിളെല്ലാം നമ്മളൊന്ന് ഓർത്ത് വെക്കണം. കാരണം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭരണഘടനയുടെ 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചാണ്.